ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സകല മഹത്വവും കർത്താവിന്. ആമേൻ. സഹോദരങ്ങളെ, ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. നമ്മളിലേക്ക് നോക്കുവാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തെ തിരിച്ചറിയുവാൻ, നമ്മളായിരിക്കുന്ന അവസ്ഥകളിലേക്ക് കണ്ണുകൾ ഉയർത്തി കാണുവാൻ ദൈവത്തിന്റെ വചനം സഹോദരങ്ങളെ നമ്മൾ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുമ്പോൾ നിന്റെ കുടുംബം ഇന്ന് കടബാധിതയിൽ പെട്ടുകിടക്കാണോ? ഒരു തരത്തിലും സാമ്പത്തികമായി ഉയരാൻ പറ്റാത്തൊരു കുടുംബമാണ് നിന്റെ കുടുംബം. ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരാൻ പറ്റാത്ത ഒരവസ്ഥയുടെ പാപത്തിന്റെ മേഖലയിൽ നീ അടിഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയാണോ? പ്രശ്നങ്ങള് ഒന്നിന് പുറകെ പ്രശ്നങ്ങൾ വന്ന് മനസ്സിടിഞ്ഞു പോയോ? കുടുംബത്തിലേക്ക് നോക്കുമ്പോ തകർച്ചകളെ കണ്ട് മനസ്സ് മടുത്തുപോയ ജീവിതമാണോ നിന്റെ? ഏത് വിധത്തിൽ നോക്കിയാൽ രക്ഷപ്പെടാൻ നോക്കിയിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത കുടുക്കിൽ പെട്ടുപോയ വ്യക്തിയാണോ? കുടുംബമാണോ നിന്റെ കുടുംബം? പ്രിയപ്പെട്ടവരെ, കർത്താവിലേക്ക് തിരിയണം, കർത്താവിനെ വിളിക്കണം. നിന്റെ ഇപ്പോഴുള്ള ഈ സ്ഥിതി മാറ്റിമറിക്കാൻ അധിക സമയം വേണ്ട. കർത്താവിനൊരു നിമിഷം മതി. നീ കർത്താവിനെ വിളിക്കണം, കർത്താവിലേക്ക് തിരിയണം. കർത്താവിന് മുമ്പിൽ ജലധാര പോലെ നിന്റെ പ്രാർത്ഥനകൾ ഉയർത്തപ്പെടുമ്പോൾ സഹോദര സഹോദരി, അവിടെ അത്ഭുതങ്ങൾ നടക്കും. അവിടെ ദൈവ പ്രവൃത്തി നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന് മേൽ ഒഴുകി ഇറങ്ങുന്നത് നീ വ്യക്തിപരമായി അനുഭവിക്കുവാൻ കർത്താവ് ഇടവരുത്തും. യേശുവേ, രക്ഷകനായ കർത്താവേ, ഞങ്ങള് പ്രാർത്ഥിക്കുന്നു ഈശോ. ഓരോ മകളുടെ മേൽ നിന്റെ അത്ഭുതകരമായ വിടുതലിന്റെ കരമുയർത്തണമേ. കർത്താവേ, എങ്ങനെ നോക്കിയിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ കുടുക്കിൽ പെട്ടുപോയ മകളുടെ ജീവിതത്തിന്റെ മേലുള്ള സകല കെട്ടുകളും യേശുനാമത്തിൽ വിട്ടടിയട്ടെ. ബന്ധനങ്ങൾ വിട്ടുമാറി പോകട്ടെ. തകർച്ചകൾ വിട്ടുവപ്പിക്കപ്പെടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന്